ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിഷ്ണു ശാലിനിയും കുട്ടികളും കൂടെ പോകുന്ന വഴി ഒരു ചായക്കടയിൽ ഭക്ഷണം കഴിക്കാനായി കയറിയിരിക്കുക. അങ്ങനെ അവിടുത്തെ അമ്മയുടെ സങ്കടം നിറഞ്ഞ ജീവിതകഥകൾ കേൾക്കുമ്പോൾ വിഷ്ണു പറയും, അല്ലമ്മേ, ഇവിടുത്തെ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തൂടെ എന്ന് പറഞ്ഞ് ശാലിനിയെ നോക്കും. അപ്പൊ ആ അമ്മ പറയും, കളക്ടർക്കൊക്കെ ഈ പരാതി കേൾക്കാൻ എവിടെ നേരം, ആവശ്യത്തിന് കാശുള്ളവർക്ക് എന്ത് സഹായവും എവിടുന്നും കിട്ടും, ഞങ്ങളെപ്പോലുള്ള അത്തായി പഷ്ണിക്കാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പൊ വിഷ്ണു പറയും, ഇവിടുത്തെ കളക്ടർ ഒരു സാധാരണക്കാരിയാണെന്നാണ് ഞാൻ കേട്ടത്. അവിടുത്തെ അമ്മ ഇതുപോലെ ഹോട്ടൽ പണിയൊക്കെ ചെയ്തിട്ടാ അവരെ വളർത്തി വലുതാക്കിയെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടറിവാട്ടോ, സത്യാണോന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ശാലിനിയെ നോക്കുമ്പോൾ ശാലിനി വിഷ്ണുവേട്ടാ എന്നുള്ള വിളിയോടുകൂടി നോക്കുന്ന ആ ഒരു ടൈപ്പ് നോട്ടം നോക്കുക. ആ അമ്മ പറയും, അങ്ങനെയൊക്കെ ആണെങ്കിലും ജോലിയിലെത്തി വലിയ പദവിയിലെത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ ആരെങ്കിലും ഓർക്കുമോ മോനെ? അതൊക്കെ പറയുന്നത് തന്നെ അവർക്കൊക്കെ കുറച്ചിലായിരിക്കും. എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങൾക്കും നല്ല വീട്ടിൽ താമസിക്കാൻ കഴിയായിരിക്കും. ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പിന്നെ എന്റെ ഈ കൊച്ചുമകൾക്കും കളക്ടർ ആവാൻ ആഗ്രഹം. അതിന് ഇവളൊരു പേരും പറയും. എന്താ മോളെ ആ പേര്? അപ്പൊ ആ കുട്ടി പറയും, ശാലിനി വിഷ്ണു. അങ്ങനെ ശാലിനിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വിഷ്ണുവും കുട്ടികളും ശാലിനി ഇങ്ങനെ നോക്കണേ. ആ പേര് പറഞ്ഞ് നടപ്പാ ഇവള്. അപ്പോഴേ കുട്ടികള് ഭക്ഷണം കഴിച്ച് മതിയായിട്ടുണ്ട്, എന്നാ അവിടെ പോയി കൈ കഴുകിക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞയക്കും ആ മുത്തശ്ശി. ആ സമയം ശാലിനി ആ കുട്ടിയോട് ഒരു പേപ്പറും പെന്നും വാങ്ങിക്കുക. മോളി പറയുന്ന കളക്ടറെ കണ്ടിട്ടുണ്ടോ? ആ കുട്ടി പറയും, ഇല്ല, കേട്ടിട്ടുണ്ട്. ശാലിനി എന്തോ എഴുതുന്നുണ്ട്. അപ്പൊ ആ അമ്മ പറയും, അപേക്ഷയൊക്കെ ഒരുപാട് കൊടുത്തതാ മോളെ, ഒരു രക്ഷയും ഇല്ല. വിഷ്ണു പറയും, അതൊക്കെ കഴിഞ്ഞു പോയില്ല അമ്മ, ഇനി ഇതൊന്ന് കൊടുത്തു നോക്ക്, അവര് സ്വീകരിക്കില്ലെന്ന് നമുക്ക് നോക്കാലോ. അങ്ങനെ ശാലിനി അപ്പോഴേക്കും ആ എഴുത്തൊക്കെ എഴുതി കഴിയും. എന്നിട്ട് മടക്കിയിട്ട് ആ കുട്ടിയുടെ കൈ കൊടുക്കും. ഇതിന്ന് തന്നെ കളക്ടർ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം, നടപടി ഉടനെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ശാലിനി കാറിൽ പോയി ബാഗ് എടുത്ത് പൈസ എടുത്തിട്ട് ഈ കുട്ടിക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഇതിരിക്കട്ടെ, ബുക്സ് ഒക്കെ വാങ്ങിക്കാം. അങ്ങനെ കുട്ടി അത് വാങ്ങിച്ച് ആ ലെറ്റർ ഇങ്ങനെ വായിച്ചു നോക്കുക. അപ്പോഴായിരിക്കും എന്ന് കളക്ടർ ശാലിനി വിഷ്ണു എന്ന് പറഞ്ഞ് എഴുതി സൈനും ചെയ്തിരിക്കുന്നത്. ആ കുട്ടി അത് വായിച്ച് ഞെട്ടിലോടെ അവിടുന്ന് എഴുന്നേറ്റ് ശാലിനിയെ നോക്കുക. അമ്മുമ്മേ എന്ന് വിളിക്കുമ്പോ തന്നെ ശാലിനി പറയും, മോളെ നന്നായിട്ട് പഠിക്കണം, പഠിച്ചാൽ കളക്ടർ ആവാം എന്നെ പോലെ. അത് കേൾക്കുമ്പോ ആ മുത്തശ്ശിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ മോള്? അതെ, ശാലിനി വിഷ്ണു. ആ അമ്മ തൊഴുതു നിൽക്കണേ. മോളെ, ഞാൻ അറിയാതെ എന്തെങ്കിലും? ശാലിനി പറയും, എല്ലാം അറിയേണ്ട കാര്യങ്ങൾ തന്നെ അമ്മേ. എന്നാ ശരി, വരട്ടെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുട്ടാ എന്ന് വിളിച്ച് ശാലിനിയും കുട്ടികളും വിഷ്ണു അതുപോലെ യാത്ര പറഞ്ഞ് അവിടുന്ന് പോവാം. അവര് പോയി കഴിഞ്ഞാൽ ആ കുട്ടി ലെറ്റർ ഒന്നുകൂടെ ശരിക്കും വായിക്കണേ. അനു, ഈ വരുന്ന സ്ത്രീ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. ഇവര് വന്ന് കണ്ടാല് ഈ ലെറ്റർ വായിച്ച് ഇവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് കളക്ടർ ശാലിനി വിഷ്ണു. അവരത് വായിച്ച് നല്ല സന്തോഷത്തിലാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ശാലിനിയും വിഷ്ണുവും കുട്ടികളും വീണ്ടും യാത്ര തുടരുകയാണ് സന്തോഷത്തോടെ, കളിച്ചിരിയോടുകൂടി. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യഭാമ ആ ഒരു ജോലിസിനെ പിള്ളച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അയാളെ കാണാനായി വന്നിരിക്കുകയാണ്. കണ്ണടച്ച് പ്രാർത്ഥിക്കൂ, എന്നിട്ട് ഇതുവരെ മനസ്സിനെ അലട്ടിയ സങ്കടങ്ങളൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിക്കൂ. കടന്നു വന്ന വഴിയിലെ മുള്ളും കല്ലും മാത്രമല്ല, ഉഗ്ര വിഷപ്പാമ്പുകളെയും നേരിട്ടുമല്ലേ ജീവൻ അപായം ഉണ്ടാവാത്തത് മുൻജന്മ സുഹൃത്തും. അങ്ങനെ ഭാമയുടെ ഓരോ കാര്യങ്ങളും പറയുവാണേ. കൃഷ്ണഭക്തയാണല്ലേ? ഭാമ പറയും, അതെ, ആ ഭഗവാനെ തന്നെ മുറുകെ പിടിച്ചോളൂ. പിള്ളച്ചേട്ടൻ പറയും, സ്വാമി, സത്യമ്മയുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല, ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു. നല്ല നിലയിൽ കഴിഞ്ഞിരുന്നവരാണേ. അപ്പൊ സ്വാമി പറയും, സത്യഭാമയ്ക്കിത് 7.5 ശനി കാലമാണ് രമണൻ പിള്ളേ. വീട് വിട്ടേണ്ടി വരിക, കളവ് കേൾക്കേണ്ടി വരിക, അതെല്ലാം കഴിഞ്ഞില്ലേ? ഭാമ പറയും, സ്വാമി, ഇനി ഞാൻ അനുഭവിക്കാൻ ഒന്നുമില്ല. ഇപ്പൊ അനുഭവിക്കുന്ന ഈ ദുരന്തങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം അങ്ങ് പറഞ്ഞു തരണം. അങ്ങനെ അങ്ങേര് കവടി നിർത്തി എന്തൊക്കെയോ നോക്കാണ്. എന്തോ ധ്യാനിച്ചിട്ട് പറയും, അമ്മയുടെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നത് മകനിലാണല്ലേ? ആ മകനെ സ്വന്തം ചിറകിൽ ഒളിപ്പിച്ച് തന്നെ അമ്മ വളർത്തിയത്. ഈ അമ്മ ഇല്ലെങ്കിൽ മകനില്ല. മകന്റെ സാന്നിധ്യത്തിൽ അമ്മയും വേണം. അമ്മയുടെ മുഴുവനും ഈ മകനിലാണെന്ന് പറയണം, അല്ലേ? ശരിയല്ലേ? ശരിയാണ് സ്വാമിജി. എത്ര വഴക്കും ബഹളമാണെങ്കിലും അവനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് തള്ളി നീക്കാൻ സാധിക്കില്ല. സ്വാമി പറയും, എങ്കിൽ ആപത്ത് നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനുമല്ല. കഷ്ടകാലത്തിന്റെ കയ്പുനീർ കുടിക്കാൻ വിധിക്കപ്പെട്ടത്, 7.5 ശനിയുടെ തിക്താനുഭവങ്ങൾ വിധിക്കപ്പെട്ടത് മകന് തന്നെയാണ്. ഇത് കേൾക്കുമ്പോ ഭാമയാകെ പേടിച്ചു പോവും. ഒന്നിനു പിറകെ ഒന്നായി ആപത്ത് വരാൻ പോകുന്നതും മകന് തന്നെയാ. എന്നാൽ വിഷ്ണു ശാലിനിയും കുട്ടികളും നല്ല സന്തോഷത്തോടു കൂടെ ഇപ്പോ ടൂറ് പോയിരിക്കുകയാണല്ലോ. ഉരുക്കു വളയമാണ് മുന്നിൽ കാണുന്നത്. കേസൊഴിഞ്ഞിട്ട് നേരം കാണാൻ വഴിയില്ലല്ലോ ഈ മകന്. അവന്റെ ചുമലിൽ താങ്ങാവുന്നതിനേക്കാളും ഭാരം ഇപ്പൊ ഉണ്ട്. ഇനി അതും കൂടാം. കുഴഞ്ഞു വീഴാതിരിക്കാൻ കൂടെ നിൽക്കുന്നവരുടെ പ്രാർത്ഥന, അത് മാത്രമേ പരിഹാരമായിട്ടുള്ളൂ. പിള്ള പറയും, ഈ അമ്മ ജീവിക്കുന്നത് തന്നെ ആ മകന് വേണ്ടിയാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതും ചങ്ക് നേറിക്കൊണ്ട് ഉചിതമായൊരു പരിഹാരം അത് പറഞ്ഞു തരണം. സ്വാമി പറയും, ദൈവാനുഗ്രഹം ഉണ്ടായാൽ എല്ലാം മാറും. അത് സത്യമ്മയ്ക്ക് വേണ്ടോളുണ്ട്. ഇനി പിതൃക്കളെ തൃപ്തിപ്പെടുത്താനുള്ള കർമ്മങ്ങൾ ചെയ്യാം. കുളിച്ചീറനോടെ ബലിയിടുന്നതിനേക്കാളും നല്ലതായിട്ട് ഒരു വഴിപാടും ഇല്ല. ഇതിനായി കുന്നുംപുറത്തെ ക്ഷേത്രത്തിൽ 101 പടികൾ മുട്ടിലിഴഞ്ഞ് കയറണം. അത് കേൾക്കുമ്പോ ഭാമ ഞെട്ടും. അതിപ്പോ എന്റെ ആരോഗ്യസ്ഥിതി. അങ്ങേര് പറയും, ആരോഗ്യസ്ഥിതി പറ്റുന്നില്ലെങ്കിൽ
സത്യഭാമയ്ക്ക് പകരം മകനുമായി ഏറ്റവും അടുപ്പമുള്ള ആരെങ്കിലും ചെയ്താൽ മതി. പക്ഷേ വഴിപാട് നടത്തണം. ഒരു മുൻജന്മ ശാപം കിടക്കുന്നുണ്ട്. അത് മാറിയാൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരമാകും. പക്ഷേ ഈ വഴിപാട് നടത്തണം. ഭാമയൊന്ന് ആലോചിക്കും. നടത്താൻ സ്വാമി, എനിക്ക് എന്റെ മകൻ കഴിഞ്ഞു എന്തോ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ. ഭഗവാന്റെ മനസ്സലിയുന്നവരെ പ്രാർത്ഥിക്കുക. ഭക്തർക്ക് മുന്നിൽ കണ്ണു തുറക്കാതിരിക്കാൻ ഭഗവാനാവില്ല. അങ്ങനെ ഭാമ അപ്പൊ തന്നെ പ്രാർത്ഥന തുടങ്ങുന്നുണ്ട്. ശേഷം വിഷ്ണുവും മക്കളും ഇങ്ങനെ പോവാണേ. കുട്ടികൾ സൈലന്റ് ആയിട്ടുണ്ട്. എന്തു പറ്റി? നമ്മൾ ഉല്ലാസയാത്രയ്ക്കാ പോകുന്നത്. വാട്ടർ തീം പാർക്കിലുണ്ടായിരുന്നു ഉത്സാഹമൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. എന്തു പറ്റി? അവിടെ ഉപേക്ഷിച്ചിട്ടാണോ ഇങ്ങോട്ട് ഇപ്പൊ പോകുന്നത്? ശാലിനി നോക്കിയിട്ട് പറയും, അവരെ അവിടെ എൻജോയ് ചെയ്തതിന്റെ ക്ഷീണം മാറ്റിയാണ് വിഷ്ണുവേട്ടാ. പപ്പു, സത്യേ എന്ന് വിളിക്കുമ്പോ രണ്ടാളും മൈൻഡ് ചെയ്യുന്നില്ല. ഒന്നുകൂടെ വിളിക്കുമ്പോ പപ്പി എന്തോ. സത്യം ചോദിക്കും എന്താ? വിഷ്ണു പറയും, ഇനിയിപ്പൊ നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്നറിയോ? പാപ്പി പറയും, പൊന്മുടി. വിഷ്ണു പറയും, അവിടെയും വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോ കുട്ടികൾക്ക് ഒന്നുകൂടെ സന്തോഷമാവും. എങ്കിൽ നമുക്ക് അവിടെ ഒന്നുകൂടെ കുളിക്കാം. അവിടെ നമ്മൾ 3 പേരും അല്ലാതെ മറ്റൊരാൾ കൂടെ കുളിക്കും എന്ന് പറഞ്ഞ് ശാലിനിയെ നോക്കുക. അതാരാന്ന് പറയോ മക്കൾക്ക്? സത്യ അപ്പൊ തന്നെ പറയും, അമ്മാനെ. ശാലിനി പറയും, ഞാൻ ഇറങ്ങിയ തന്നെ. കാത്തിരുന്നോ? സത്യ പറയും, പറ്റില്ല, അമ്മ കുളിക്കണം, അമ്മ കുളിക്കണം. പപ്പിയും പറയും, അതെ, ചേച്ചിയമ്മ കുളിക്കണം, ചേച്ചിയമ്മ കുളിക്കണം. മക്കളെ, അമ്മയും ചേച്ചിയമ്മയും ഒക്കെ കുളിക്കും. കുളിച്ചിട്ടേ നമ്മൾ അവിടുന്ന് മല കയറുള്ളൂ. ശാലിനി പറയും, ദേ വിഷ്ണുവേട്ടാ, ഞാനൊന്നും ഇറങ്ങില്ല കേട്ടോ. എനിക്ക് ഈ വെള്ളച്ചാട്ടം കേൾക്കുന്നതേ പേടിയാണേ. അപ്പൊ വിഷ്ണു പറയും, പേടിക്കണ്ടടോ, കൂടെ ഞാനും കൂടാടോ എന്നൊക്കെ അവര് സ്വകാര്യമായിട്ട് പറയണേ. കുട്ടികൾക്ക് കേൾക്കുന്നില്ല. അവർ രണ്ടുപേരും എന്താ എന്നിങ്ങനെ പരസ്പരം ചോദിക്കും. അപ്പൊ വിഷ്ണു പറയും, പിള്ളേർക്കൊരു സന്തോഷം, നമുക്കൊരു എൻജോയ്മെന്റ്. അങ്ങനെ കുളിച്ചിങ്ങനെ നടക്കണ്ടേ. എടോ, വെള്ളച്ചാട്ടത്തിന് നല്ല രസമല്ലേ ഇങ്ങനെ കുളിക്കാൻ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല രസമല്ലേ? ശാലിനി പറയും, ഒന്നാമത് എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന തന്നെ പേടിയാ. പിന്നെ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ അതിലും പേടിയാ. ഇപ്പതാ വെള്ളത്തിൽ ഇറക്കാനാണ് അച്ഛന്റെയും മക്കളുടെയും പരിപാടി എങ്കിൽ എനിക്ക് ജില്ലാ കളക്ടർ എന്ന നിലയിൽ പോലീസിനെ വിളിക്കേണ്ടി വരും. വിഷ്ണു പറയും, അയ്യോ, കളക്ടറുടെ പോലീസേ അവിടെ ചീറിപ്പാഞ്ഞ് എത്തുമ്പോഴേ ഞങ്ങൾ അച്ഛനും മക്കളും അവിടുന്ന് കുളി കഴിഞ്ഞ് അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട് അല്ലേ മക്കളെ? ആ അല്ല പിന്നെ എന്ന് പപ്പിയും പറയും. വിഷ്ണുച്ചാ, ഈ യാത്ര ഒന്നുകൂടെ സന്തോഷവും സുഖവും ആക്കാനേ നമുക്ക് അന്ത്യാക്ഷരി കളിച്ചാലോ? ചേച്ചിയമ്മയും കൂടിക്കോ? അത് കേൾക്കുമ്പോ ശാലിനിക്കും, അതെന്താ ഞാനും കൂടി കൂടിക്കോന്ന്? ഞാനും അത്യാവശ്യം മോശമില്ലാതെ പാട്ട് പാടുന്ന ആളാ. വിഷ്ണു പറയും, ആഹാ, അത്രയ്ക്ക് വാശിയാണോ? ശാലിനി പറയും, ആ. വിഷ്ണു പറയും, എങ്കിലേ നാ പിടിച്ചോ. ശാലിനിക്കും, എന്ത് ഇറുവോ? വിഷ്ണു പറയും, ഇതാ ഈ കൈയൊക്കെ ഇങ്ങനെ പിരിഞ്ഞു നിൽക്കുന്ന പോലെ. ശാലിനിക്ക് പാട്ടൊന്നും കിട്ടുന്നേ ഇല്ല. അങ്ങനെ ഒരു പാട്ടില്ലല്ലോ. അതെ, ഇങ്ങനെ ഉണ്ടാക്കി പാട്ടൊന്നും പാടാൻ എനിക്കറിയില്ല. നിലവിലുള്ള പാട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പാടാം. അപ്പൊ സത്യ പറയും, എങ്കിൽ ഞാനൊരു അക്ഷരം പറയാം, ഹാ. ഇത് കേൾക്കുമ്പോ വിഷ്ണു ശാലിനി ഒരുമിച്ച് ഞെട്ടും. ഹായ്. അങ്ങനെ ശാലിനിയായിട്ട് കൊടുക്കാണ് മക്കളെല്ലാവരും. പപ്പി പറയും, ചേച്ചിയമ്മ തോറ്റു എന്ന് പറഞ്ഞാലേ ഈ മാർക്ക് അക്ഷരം പറഞ്ഞ ആൾക്ക് കിട്ടുവേ. തോറ്റെങ്കിൽ തോറ്റെന്ന് പറ. ഇതിപ്പോ ഹാ വെച്ചെങ്ങനെ ഒരു പാട്ട്? വിഷ്ണു, തോറ്റില്ലേ, ഇനി ഞാൻ പാടാം എന്ന് പറഞ്ഞ ഹരി മുരളീരവം എന്ന് പറഞ്ഞേ വേറെ ടൂണിലാട്ടോ പാടുന്നേ. വിഷ്ണു പാടിക്കഴിഞ്ഞിട്ട് വാ വെച്ചിട്ട് അക്ഷരം പാടാൻ കൊടുക്കാണ്. വാ 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 വെച്ചിപ്പോ ഏതാ പാട്ട്? ശാലിനിക്ക് അതൊന്നും വെച്ചല്ല. വിഷ്ണു പറയും, അറിയില്ലെങ്കിലേ അറിയില്ല എന്ന് പറയണം. അങ്ങനെ വിഷ്ണു വാ വാ മനോരഞ്ജിനി ആ ഒരു പാട്ട് പാടുമ്പോ കുട്ടികളും അതിന് കൂടെ പാടുകയാണ്. അങ്ങനെ എല്ലാരും നല്ല എൻജോയ് ചെയ്തു പോകുമ്പോ ശാലിനിയുടെ മുഖത്ത് നല്ല വിഷമം അത് വിഷ്ണു കാണും. എന്താ എന്താ ഇത്, കരയാണോ? അപ്പോഴേക്കും വിഷ്ണു വണ്ടി നിർത്തുന്നുണ്ട് കേട്ടോ. ശാലിനി വേഗം കാറിന്ന് ഇറങ്ങും. എന്തു പറ്റി, കരയാണോ ഇത്? കുട്ടികൾ പറയും, അറിയില്ല. അങ്ങനെ വിഷ്ണു കാറിന്ന് ഇറങ്ങിയിട്ട് വെക്കും, ഹലോ, എന്തു പറ്റി? എന്റെ ശാലിനി, എന്താ ഇത്? നമ്മൾ കരയാൻ വന്നതാണോ? സന്തോഷിക്കാൻ വന്നതല്ല. ശാലിനി പറയും, വിഷ്ണുവേട്ടനെ അറിയോ, എന്റെ ഉള്ളിലുള്ള മോഹങ്ങളാ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ പറയും, നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് അവര് പുറത്തേക്ക് ഇറങ്ങും. ശാലിനി പറയും, എന്റെ വിഷ്ണുവേട്ടനും എന്റെ കുട്ടികളെയും എനിക്കായിട്ട് കിട്ടിയിരിക്കുക, എനിക്ക് മാത്രമായിട്ട് കിട്ടിയിരിക്കുക. ഇന്ന് ഈ ലോകത്തെ ഏതൊരു ഭാര്യയും സന്തോഷിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാനിന്ന് സന്തോഷിക്കും എന്ന് പറഞ്ഞിങ്ങനെ ചെറിയ സങ്കടവും സന്തോഷവും പറയാ. വിഷ്ണു പറയും, അതെ, നമുക്ക് ഇനിയും പോവാനുണ്ട്. ഈ കരച്ചിലൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം. വാ കയറ്, കയറ് എന്ന് പറഞ്ഞ ശേഷം അവരിങ്ങനെ പരസ്പരം നോക്കി നിൽക്കണേ. അപ്പോൾ സത്യയ്ക്കും, നിങ്ങളുടെ റൊമാൻസ് കാണാനാണോ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ശാലിനി വിഷ്ണുവും ചിരിക്കും. വിഷ്ണു പറയും, എടി ഭയങ്കര എന്തൊരു സാധനം ഇവള്. അപ്പൊ പപ്പി പറയും, അതെ, ഇനി എന്തായാലും വെള്ളച്ചാട്ടത്തിന് മുന്നിൽ കൊണ്ടുപോയേ നിർത്താവൂ. ഇല്ലെന്ന് വേണ്ടാട്ടോ. വിഷ്ണു പറയും, ഓ ഉത്തരവ്. എന്നാ പിന്നെ എല്ലാരും ശ്രദ്ധിച്ചോ, ഇനി നമ്മള് പൊന്മുടിയുടെ സൗന്ദര്യം കാണാൻ പോവാ. നമ്മളെ കാത്തിരിക്കുന്നത് ചിത്രശലഭങ്ങളും മനോഹരമായ പൂക്കളും ആ വർണ്ണ കാഴ്ചകൾ കണ്ട് നമുക്ക് ആസ്വദിച്ച് വണ്ടി ഓടിച്ച് പോവാം. അങ്ങനെ സംസാരിച്ച് ശാലിനി വിഷ്ണുവിനെ തന്നെ നോക്കുമ്പോ വിഷ്ണു പറയും, അതെ, കാഴ്ച അവിടെയാ, ഇവിടെ അല്ല. എന്റെ കാഴ്ച ഇതാണ്, ഇതിനപ്പുറത്തേക്ക് എനിക്ക് ഒരു കാഴ്ചയും കാണണ്ട. അപ്പൊ അങ്ങോട്ടൊരു സന്യാസിനി വരികയാണേ. സത്യ പറയും, നോക്കച്ചാ. വിഷ്ണു ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ അയാൾ അടുത്ത് വന്നിട്ട് വയ്ക്കും, കാഴ്ചകൾ കാണാൻ വന്നതാണോ? വിഷ്ണു പറയും, അതെ. അപ്പൊ അയാൾ വയ്ക്കും, അനുവാദം വാങ്ങിച്ചോ? എന്ന അയാളുടെ വിചിത്രമായ ചോദ്യം കേട്ട് വിഷ്ണു ശാലിനിയൊക്കെ ഞെട്ടലോട് കൂടെ നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്.